ശക്തമായ വേനൽ മഴയിലും കാറ്റിലും കോതമംഗലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായ നാശനഷ്ടം. പലയിടത്തും വൻമരങ്ങൾ കടപുഴകി വീണു. പലയിടത്തും വൈദ്യുതി കമ്പികൾക്ക് നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വ്യാപകമായ നാശമാണ് വൈകിട്ടോടെയുണ്ടായ കാറ്റിലും മഴയിലും കോതമംഗലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടത്. ശക്തമായി വീശിയടിച്ച കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. ഏറെയും വൈദ്യുതി കമ്പികൾക്ക് മുകളിലേക്ക് വീണതുമൂലം പലയിടത്തും വൈദ്യുതി വിതരണം താറുമാറായി. ഇന്നലെ അനുഭവപ്പെട്ട കാറ്റിൽ തകർന്ന വൈദ്യുതി കമ്പികൾ ഇതുവരെ പൂർവ്വസ്ഥിതിയിൽ പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. ഇതിനു പിന്നാലെയാണ് പലയിടത്തും വീണ്ടും വൈദ്യുതി ബന്ധം തകരാറിലായിരിക്കുന്നത്. പല്ലാരിമംഗലം പൈമറ്റത്ത് കൽക്കുഴിയിൽ ഇബ്രാഹിമിന്റെ പുരയിടത്തിൽ നിന്നിരുന്ന കൂറ്റൻ തേക്കുമരം കടപുഴകി റോഡിന് കുറുകെ വീഴുകയായിരുന്നു. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം സാധ്യമല്ലാതായി. വൈകിട്ട് 4:30 അനുഭവപ്പെട്ട ശക്തമായ കാറ്റിൽ നെല്ലിമറ്റം, പൈമറ്റം, വാളാച്ചിറ തുടങ്ങിയ കവളങ്ങാട് പഞ്ചായത്തിന്റെ പ്രദേശങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് നാശനഷ്ടമുണ്ടായി. നെല്ലിമറ്റം വാളാച്ചിറ റോഡിൽ ചിറമേൽ സജിയുടെ കൃഷിയിടത്തിൽ നിന്നിരുന്ന വൻമരം കടപുഴകി വീണത് റോഡിന് കുറുകെയാണ്. ചിറമേൽ തോമസിന്റെ തൊഴുത്തിന് മുകളിലേക്കും മരം കടപുഴകി വീണു. ഇതുവഴിയുള്ള പ്രധാന വൈദ്യുതി ലൈനിന് മുകളിലേക്കും മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. നിരവധി റബ്ബർ മരങ്ങൾ, വാഴ, പ്ലാവ്, മാവ് തുടങ്ങിയ വൃക്ഷങ്ങളും കടപുഴകി വീണ് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കുട്ടമ്പുഴ 100 ഏക്കറിൽ ബിന്ദു ആന്റണിയുടെ വീടിന്റെ മേൽക്കൂര ശക്തമായ കാറ്റിൽ തകർന്നു. കീരമ്പാർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെട്ടു. ഇതേ തുടർന്ന് വൈദ്യുതി പോസ്റ്റിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെ മുതൽ അനുഭവപ്പെടുന്ന വൈദ്യുതി പ്രതിസന്ധി ഇതുവരെ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നിരിക്കെയാണ് കൂടുതൽ ഭാഗങ്ങളിൽ വൈദ്യുതി തടസ്സം നേരിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.